നമ്മൾ പലപ്പോഴും കടകളിൽ പോകുമ്പം അവക്കാഡോ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ മേടിക്കാറില്ല. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത്, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളത് മേടിക്കാറില്ല. പക്ഷേ ഇത് വെയിറ്റ് ലോസ് ജേർണിക്കും അല്ലാത്തവർക്കും കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പം ഈ ഒരു അവക്കാഡോ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു സോസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ സോസിൻ്റെ പേരാണ് ഗൊക്കമോൾ. അപ്പോൾ ഈ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു അവക്കാഡോ എടുത്തിട്ട് ഇതുപോലെ അതിന് ചുറ്റുമായിട്ട് അതിൻ്റെ അകത്തെ കുരു നടുക്കാണ്. അപ്പോൾ ആ കുരുവിന് ചുറ്റുമായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം, ഹാഫായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് മുറിച്ച് ആ രണ്ട് സൈഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതേ ഇതുപോലെ ഈ സൈഡ് നമുക്ക് രണ്ട് സൈഡും മുറിഞ്ഞ് കിട്ടും. ഇനി ആ നടുക്കത്തെ കുരു പതുക്കെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിൻ്റെ ആ കുരു സ്കൂപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ബൗണ്ടറിയിലായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. ആ തൊലിയിൽ നിന്ന് ഈ അതിൻ്റെ ഫ്ലഷ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് പഴുത്ത് അവക്കാഡോ എന്ന് വെച്ചാൽ ഒന്ന് അമക്കുമ്പോൾ അമങ്ങണം, അങ്ങനത്തെ അവക്കാഡോ ഇതുപോലെ ഇളകി വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കിയെടുത്ത് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സോസിന് കുറച്ച് ഫ്ലേവേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഒരു 1-2 വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നാരങ്ങാനീര്, പിന്നെ ഓപ്ഷണലാണ് ഒരു ചെറിയ ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. ഈ അവക്കാഡോ ഒരു ബട്ടർ ഫ്രൂട്ട് എന്നാണ് അതിനെ പറയുന്നത് തന്നെ. അത് നല്ല ബട്ടറി ടെക്സ്ചറുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഈ ഒരു സോസ് ഇതുപോലെ നമുക്ക് സാൻഡ്വിച്ചിൽ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഒരു മുട്ടയൊക്കെ പൊരിച്ച് അതിൻ്റെ അകത്ത് വെച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡിൽ, ഏത് ടൈപ്പ് സാലഡിൽ ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തിനും നല്ല ഒരു റെസിപ്പിയാണ് സോസിൻ്റെ. നമുക്ക് വേറെ മയണൈസ് അതൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി സോസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ മറക്കല്ലേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.